അങ്ങനെ 21 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ആ സ്കൂൾ മുറ്റത്ത് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി. ഞങ്ങളുടെ പഴയ ടീച്ചേഴ്സിൻ്റെ മുന്നിൽ അനുസരണയുള്ള കുട്ടികളായി ഞങ്ങളെല്ലാവരും നിരന്നു നിന്നു. ആ പഴയ സ്കൂൾ അസംബ്ലിയും ബെല്ലടിക്കുന്ന ശബ്ദവും എല്ലാം ഞങ്ങൾ ഒരിക്കൽ കൂടി ആസ്വദിച്ചു. ഇന്നാണ് ആ ഒരു ഗ്രാൻഡ് മീറ്റപ്പ് ഡേ, അലുമിനായ് 2025. ഈ കാണുന്ന എൻ്റെ പല ഫ്രണ്ട്സിനെയും ഞാൻ കാണുന്നത് 21 വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ. ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾക്കുണ്ടെങ്കിലും ഇവിടെ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും 21 വർഷം പുറകോട്ട് പോയി. രാവിലെ 9 മുതൽ തന്നെ ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് റെമസ്ഫിയറിൻ്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷനായിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വീണ്ടും സ്കൂളിലേക്ക് കയറിയ പാടെ തന്നെ ഒരുപാട് സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പണ്ട് പേടിയോട് കൂടിയിട്ട് കണ്ടിരുന്ന പല ടീച്ചേഴ്സിനെയും ഇന്ന് കാണുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഫീലാണ് വരുന്നത്. ഞങ്ങളുടെ ആ ടീച്ചേഴ്സിൻ്റെ മുന്നിൽ എത്തിയപ്പോൾ അറിയാതെ ഞങ്ങൾ ഒരിക്കൽ കൂടി ആ പഴയ കുട്ടികളായി മാറിയ പോലെ തോന്നി. ഈ സ്കൂൾ തുടങ്ങിയ തൊട്ട് ഇന്ന് വരേക്കുള്ള ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും സ്റ്റാഫുകളെയും എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ. ചില ഫോട്ടോസ് കാണുമ്പോൾ സങ്കടമാണോ സന്തോഷമാണോ എന്നൊന്നും അറിയാൻ പറ്റാത്തൊരു ഫീലാണ് വരുന്നത്. പിന്നെ ഇവിടെ വന്നപ്പം എൻ്റെ ജൂനിയേഴ്സിനെയും സീനിയേഴ്സിനെയും ഒക്കെ കാണാൻ പറ്റി. പിന്നെ കുറേ പേർക്ക് ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഫേസ് കാണുമ്പോഴേക്കും നമുക്ക് ആ പഴയ ഓർമ്മകളൊക്കെ വരും. പിന്നെ ഇന്നത്തെ ഈ ഒരു ഫംഗ്ഷനിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളത് നമ്മുടെ ആ ഒരു പഴയ അസംബ്ലി റീക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. ഓരോ ബാച്ചുകളായിട്ടാണ് നമ്മൾ അസംബ്ലിയിൽ നിന്നിട്ടുണ്ടായിരുന്നത്. പ്രെയറും പ്ലെഡ്ജും സാധാരണ അസംബ്ലിയിൽ ഉണ്ടാവുന്ന തലകറങ്ങി വീഴലും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും എടുത്തു പറയേണ്ടത് വളരെ രസകരമായിട്ട് ഇതെല്ലാം റീക്രിയേറ്റ് ചെയ്തത് ഇതിൻ്റെ പുറകെ പ്രവർത്തിച്ച ആ ഒരു ടീമാണ്. അവർക്കൊരു ബിഗ് അപ്ലോസ് നമ്മൾ കൊടുക്കുക വേണം. പിന്നെ അസംബ്ലിക്ക് ശേഷം ഓരോ ഇയർലി ബാച്ചായിട്ട് എല്ലാവരും ക്ലാസ് റൂമിലോട്ട് പോയി. ഞങ്ങളുടെ ഓരോ ഇൻ്റർവെൽ സമയത്തും ഞങ്ങൾ സമയം കൂടുതലും സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കോറിഡോറാണിത്. ഇതുപോലെ ഞങ്ങളുടെ സ്കൂളിൽ ഒരുപാട് കോറിഡോർസ് ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് ഓരോ ഓർമ്മകളാണ് തരുന്നത്. ഞങ്ങളുടെ ക്ലാസ് റൂമും ഫുള്ളായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ബാച്ചിൽ ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ അവരുടെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് നമ്മൾ ഓരോരുത്തരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്യുന്നു, മുമ്പ് എന്തായിരുന്നു, അതൊക്കെ. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. നല്ലൊരു ബൊഫെ ലഞ്ച് ഉണ്ടായിരുന്നു. ലഞ്ച് ബ്രേക്കിന് സമയമായി. പറയാൻ മറന്നുപോയി, വന്ന പാടെ ടീ ആൻഡ് സ്നാക്സും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് വരെ ആർട്സ് ഫെസ്റ്റിവലും ആനുവൽ ഡേ ഫംഗ്ഷനും അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് നേരത്തെ പോരേണ്ടി വന്നതിനാൽ ഇതൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല. വളരെ മനോഹരമായിട്ടാണ് ഇത്തവണ അലുമിനായ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. പഴയ ഓർമ്മകളൊക്കെ അയവിറക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും ക്ലാസ് ഫോട്ടോസ് അവിടെ സ്റ്റിക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ച് പോകുന്ന സമയത്താണ് ഇവിടെ കുറേ പേര് നിൽക്കുന്നത് കണ്ടത്. ജസ്റ്റ് ഒന്ന് ലക്ക് ട്രൈ ചെയ്ത് നോക്കിയതാണ്, അതങ്ങ് അടിച്ചു. എന്തായാലും ഈ ഒരു അലുമിനായിൻ്റെ പുറകെ ഒത്തിരി എഫേർട്ട് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. സോ ഇതിന് ബിഹൈൻഡ് പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു വലിയ കയ്യടി അറിയിക്കുന്നുണ്ട്.